ഗൈസ് എല്ലാവർക്കും നമ്മുടെ വീഡിയോസിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ചാലഞ്ച് ബാറ്റിലാണ് ഇന്നത്തെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള പരിപാടി നടക്കാൻ പോകുന്നത്. ഓക്കെ ഗൈസ്, അതായത് ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ 5 ചാലഞ്ച് ടോട്ടൽ ഉണ്ടായിരിക്കുന്നതാണ്. ഓക്കെ, സോ 5 ചാലഞ്ചിൽ ഓരോ വിന്നേഴ്സ് ഉണ്ടാവും. ഒരു ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് ഒരു പോയിന്റ്, സെക്കൻഡ് അടിക്കുന്ന ഒരു പോയിന്റ്, തേർഡ് ഒരു പോയിന്റ്, അങ്ങനെ ഉണ്ടാവും. സോ അപ്പോൾ ഇത് ടീം ആയിട്ടുള്ള ചാലഞ്ച് അല്ല, എല്ലാവരും ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത്. ഓക്കെ, ഒരു ചാലഞ്ചിൽ ഫസ്റ്റ് അടിക്കുന്ന ആൾക്ക് 100 പോയിന്റും, സെക്കൻഡ് അടിക്കുന്ന ആൾക്ക് 70 പോയിന്റും, തേർഡ് അടിക്കുന്ന ആൾക്ക് 40 പോയിന്റും ആൻഡ് ഫോർത്ത് അടിക്കുന്ന ആൾക്ക് ഒരു 10 പോയിന്റ് മാത്രമായിരിക്കും കിട്ടുക. ഓക്കെ, സോ അങ്ങനെ ടോട്ടൽ 5 ചാലഞ്ച് ഉണ്ടാവും. എന്നിട്ട് എല്ലാ പോയിന്റ്സും കൂട്ടിയിട്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ പോയിന്റ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ചാലഞ്ച് ബാറ്റിലോട്ട് ഗൈസ്. അപ്പോൾ ഞാൻ എല്ലാവരുടെ കയ്യിൽ ഓരോ ബലൂൺ കൊടുത്തിട്ടുണ്ട്. ബലൂൺ വെച്ച് ജഗ്ലിങ് ചെയ്യാൻ പോകണം. ഓക്കെ, ജഗ്ലിങ് കാല് കൊണ്ടല്ല, ഇവിടെ നമ്മൾ തല ഉപയോഗിച്ചിട്ടാണ് ഗൈസ് കളിക്കാൻ പോകുന്നത്. ഓക്കെ, തല കൊണ്ട് ഇങ്ങനെ തട്ടി തട്ടി ജഗ്ലിങ് ആണുള്ള പരിപാടി. ഒരു മുഖത്തൊരു മ്ലാനത. അയ്യോ ഒരു ബലൂൺ ഡൗൺ ഗൈസ്. അപ്പോൾ ഒരു ചെറിയ റൂൾ ഉണ്ട് ഇതില്. ബലൂൺ നിലത്ത് വീണാൽ ഔട്ട് ആവുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ ബലൂൺ പൊട്ടിയാലും ഔട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ബലൂൺ പൊട്ടാതെ മത്സരിക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ എല്ലാം റെഡിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ, റെഡി അല്ലേ? 3, 2, 1. കൊമ്പന്റെ കൊമ്പന്റെ പൊട്ടിയിട്ടുണ്ട്. ഇവിടെ മാസ്കോ കിട്ടിലാണ് കളിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, എഡ്വിന്റെ പൊട്ടി. രണ്ടുപേര് മാത്രം തട്ടിക്കളല്ല, കളിക്കട്ടെ. ഇഞ്ചോടിക്ക് പോരാ. വിന്നർ കൊമ്പനാണ്. അപ്പൊ 100 പോയിന്റ് കൊമ്പന്, 70 പോയിന്റ് വാസ്കോക്ക്, 40 പോയിന്റ് എഡ്വിന് ഗൈസ്. ഓക്കെ, അതിന്റെ അതുപോലെ തന്നെ 10 പോയിന്റ് ഗൈസ്. ഓക്കെ, ചുമ്മാ അടിച്ച. ഓക്കെ, സോ ഗൈസ്, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ചാലഞ്ച് കഴിഞ്ഞു. അപ്പൊ നമ്മൾ രണ്ടാമത്തെ ചാലഞ്ചിന് വേണ്ടി ഗൈസ് ഇവിടെ കുറച്ച് കപ്പും അതുപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ പേര് ഞാൻ ഇട്ടിരിക്കുന്നത് ബോൾ ത്രോയിങ് എന്നാണ്. ഓക്കെ, അപ്പൊ എന്തെങ്കിലും ഐഡിയ വന്നിട്ടുണ്ടെങ്കിൽ ആരും പറയണ്ട ഐഡിയ പറയണ്ട, ഞാൻ തന്നെ പറഞ്ഞുതരാം. ഓക്കെ 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 ഗൈസ്. ഓക്കെ, അപ്പൊ ഇതിൽ നമ്മൾ കുറച്ച് ബാക്കിൽ നിന്നിട്ട് അവിടെ നിന്ന് പോയി നിന്നേ, അവിടെ പോയി നിന്നേ, ഞങ്ങൾ പോക്കോ. നമ്മൾ അവിടെ നിന്നിട്ട് ബോൾ വെച്ചിട്ട് നമ്മൾ കറക്റ്റ് ഇതിലോട്ട് ഇടണം. അപ്പൊ രണ്ടുപേർ വെച്ചാണ് മത്സരിക്കുന്നത്. അപ്പൊ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് ഗൈസ് 20 ബോൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ആദ്യം രണ്ടുപേര് മത്സരിക്കുന്നതായിരിക്കും. അപ്പൊ അറിയാലോ, കറക്റ്റ് അവിടെ നിന്ന് എറിയുക, ഇതിൽ നാളത്തിൽ വീഴ്ത്തുക. 4 കപ്പിലും ഓരോന്ന് വെച്ച് വീഴ്ത്തിയാൽ മതി. അപ്പൊ 100 പോയിന്റ് കിട്ടും. അതായത് ഈ കളിയിൽ 4 പേർക്ക് 100 പോയിന്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എത്ര ഇട്ടെന്ന് നോക്കിയിട്ട് അതിന്റെ കണക്കിലായിരിക്കും നമ്മൾ പോയിന്റ് കണക്കാക്കുന്നത് ഗൈസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് റൗണ്ടിൽ എന്തായാലും ഇവിടെ വാസ്കോയും അതുപോലെ തന്നെ AK ആണ് മത്സരിക്കാൻ വേണ്ടി പോകുന്നത്. ഉഷാറല്ലേ? റെഡി അല്ലേ? 3, 2, 1. കറക്റ്റ് ഗൈസ്. ഓക്കെ, കറക്റ്റ് വീണ. ഓ ഗൈസ്, ഓക്കെ, AK നൈസ് ആയിട്ട് 30 പോയിന്റ്. ഓക്കെ, ഗൈസ്, അപ്പൊ രണ്ടുപേരും 2 ബോൾ മിസ്സാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓക്കെ ഗൈസ്. ഓക്കെ, ജസ്റ്റ് മിസ് ആയിട്ടുണ്ട്. എടാ, ഫുഡിന്റെ ചാലഞ്ച് അല്ലാതെ ഇതില് വല്ലത് കഴിവ് തെളിയിക്കണം. ഇത് ഇങ്ങോട്ടൊക്കെ അടുത്തു കൂടെ കറക്റ്റ് അതിലോട്ട് ഇടും. കറക്റ്റ് അതിലോട്ട് അതിൽ വെള്ളം ഉള്ളതുകൊണ്ട് അത് തട്ടി നിൽക്കും. അമ്മണിക്ക് പോലും കൊല്ലാത്തവനെ. 2-3 ഒരാൾ ഒരെണ്ണം പോലും വീഴ്ത്തിയില്ല. ഒരെണ്ണം വീഴ്ത്തുവാണെങ്കിൽ ജയിക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയിച്ചോളൂ. വീഴ്ത്ത്. ഓക്കെ, കമോൺ. ലാസ്റ്റ്. ഓ ജസ്റ്റ് മിസ്. വാസ്കോനുള്ള AK എന്തായാലും വീഴ്ത്തിയില്ല. ഓക്കെ, 0 പോയിന്റ്. ഗൈസ്, ഓക്കെ, അപ്പൊ ഗൈസ്, അപ്പൊ രണ്ടാൾ തോറ്റിട്ടുണ്ട്. അപ്പൊ 0 പോയിന്റ് ആൻഡ് 0 പോയിന്റ് ഗൈസ്. ഓക്കെ, അപ്പൊ അടുത്ത 2 ആൾക്കാർ വരട്ടെ അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പ്രോത്സാഹിപ്പിക്കാം. ഓക്കെ ഗൈസ്, അപ്പൊ നമ്മുടെ രണ്ടാമത്തെ റൗണ്ടില് ഗൈസ്, ഓക്കെ, ഇവിടെ കൊമ്പനുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ എഡ്വിൻ BCB ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പൊ രണ്ടുപേർക്ക് സപ്പോർട്ടൊന്നുമില്ല, എന്ത് സപ്പോർട്ട് ഒന്നുമില്ല, അവിടെ വെറുതെ കളി കാണാൻ. അപ്പൊ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. 3, 2, 1. ഓക്കെ, തുടങ്ങിക്കോ. ഇത് ചൂടാവും, ഇത് കളി ചൂടാവും. So 10 point company guys, okay, 10 point company. എടാ കേട്ടില്ല
എഡ്വിനെ കമോൺ മോനെ എഡ്വിനെ ഈസി എടാ കൊമ്പന് കാര്യമായിട്ട് ഒന്ന് പഠിച്ചു. കൊമ്പനാണെങ്കിൽ എല്ലാതും മറ്റേ കപ്പിൽ കൊള്ളിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ടീമാ നിന്റെ ടീമാ പോടാ നമ്മുടെ ടീമാ. ഓ ഗൈസ് വീണ്ടും മിസ്സായിരിക്കുന്നു. എവിടെയാ നേരത്തെ പറയണ്ടേ? ഓക്കെ എഡ്വിന്റെ അവസ്ഥ നോക്കി. കൊമ്പനി തീർന്ന് കഴിഞ്ഞോ? അതെന്താ അപ്പൊ ഇതേതാ? ഈ ഒരു ചാലഞ്ചില് വിന്നർ നോക്കണേ ഗൈസ്. കൊമ്പനാണ് ഗൈസ്. ഒരു ബോൾ വീഴ്ത്തിയിട്ടുണ്ട്. ഓക്കെ അപ്പൊ ഈ ഒരു റൗണ്ടില് കൊമ്പൻ ഇവിടെ 10 പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ ബാക്കി എല്ലാവർക്കും 0 ആണ്. അപ്പൊ നിങ്ങൾക്ക് ടോട്ടൽ എത്ര ഇപ്പോ? 110 പോയിന്റ് ഗൈസ്. ഓക്കെ വേറെ ആർക്കും 3 പോയിന്റ് വന്നിട്ടില്ല. അപ്പൊ എന്തായാലും രണ്ട് ചാലഞ്ച് കഴിയുമ്പോൾ ലീഡിങ് ഗൈസ്. ഓക്കെ കൊമ്പനാണ്. കൊണ്ടുപോകുന്ന പറയുന്നത്. ഓക്കെ നമുക്ക് നോക്കാം. അപ്പൊ ഗൈസ് ഓക്കെ നമ്മുടെ അടുത്ത ഒരു കിടിലൻ ചാലഞ്ച് വരുന്നുണ്ട്. ഓക്കെ ഗൈസ് ഓക്കെ അപ്പൊ നമ്മുടെ മൂന്നാമത്തെ റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഗൈസ്. ഓക്കെ എന്റെ പ്ലേറ്റില് കുറച്ച് ജെംസ് ഉണ്ട് ഗൈസ്. ഒക്കെ നമ്മൾ ജെംസ് എടുത്ത് വെച്ചിട്ടുണ്ട്. തിന്നാനല്ല പിടിക്കണ്ട. കുറച്ച് സ്ട്രോസ് എന്റെ കയ്യിലുണ്ട് ഗൈസ്. അപ്പൊ നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഒരു സക്കിംഗ് ചാലഞ്ച് ആണ് ഗൈസ് നടത്താൻ വേണ്ടി പോകുന്നത്. ഒരു വെറൈറ്റി ആയിട്ട്. സോ ഗൈസ് അപ്പൊ ഇത് എല്ലാവർക്കും ഓരോ നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും. എങ്ങനെ ശ്രദ്ധിച്ചു കേട്ടോ. ഓക്കെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഇതിങ്ങനെ മുട്ടിക്കണം. എന്നിട്ട് നമ്മള് ശ്വാസം വലിക്കുന്ന സമയത്ത് ഈ ജെംസ് ഇവിടെ ഇങ്ങനെ ഒട്ടി നിൽക്കും. ഓക്കെ എന്നിട്ട് നമ്മൾ നേരെ വലിച്ചിട്ട് ഇവിടെ കുറച്ച് ഗൈസ് ഓക്കെ നമ്മൾ കുറച്ച് ബാക്കിൽ കുറച്ച് ഗ്ലാസ് വെച്ചിട്ടുണ്ട്. സോ അതിൽ കൊണ്ടിട്ട് ഇടണം. ഇതിൽ 4 പേര് ഒരുമിച്ചാണ് മത്സരിക്കുന്നത്. അറിയാലോ 4 പേർക്ക് 4 കളറാക്കി തരുന്നതായിരിക്കും. ഓ എന്റെ പൊന്നോ ഗൈസ് ഇതാണ് സ്ട്രാറ്റജി. ഓക്കെ ശരി നിനക്ക് ഏത് കളർ വേണം? യെല്ലോ ഓറഞ്ച്. നിനക്കോ? അയ്യോ ആകെ ഒരു കളർ ബാക്കിയുള്ളൂ. ഒന്ന് പിടിച്ചോ എടാ. അപ്പൊ എല്ലാവർക്കും 2 മിനിറ്റ് സമയമാണുള്ളത്. ഓക്കെ ഗൈസ് ഇവരെല്ലാവരും റെഡി ആയിട്ട് നിൽക്കണം. ഞാൻ മാറി നിൽക്കുക. ഇല്ലെങ്കിൽ എന്നെ കൊണ്ട് പോയി മാറി വലിച്ചോട്ട് പോകും. 3, 2, 1 ഓക്കെ. അയ്യോ മാറി കിട്ടിയോ? കൊമ്പന കിട്ടി. എടാ അവനോട് കളർ മാത്രം എടുക്കാവൂ ഗൈസ്. ഓക്കെ അവനോട് കളർ മാത്രം. എന്റെ പൊന്നെ അവിടെ അടി. ഓക്കെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ. അതാ പോയി കൈ കൊണ്ട് പിടിക്കരുത്. ആരോ ഫൗൾ കാണിക്കരുത്. കൈ കൊണ്ട് പിടിക്കരുത് ഗൈസ്. ഓക്കെ എഡ്വിൻ 2 എടുത്തിട്ടുണ്ട്. വാസ്കോ 2 എടുത്തിട്ടുണ്ട് ഗൈസ്. പൊളി ഇവിടെ നോക്കുവാണെങ്കിൽ കൊമ്പൻ നൈസായിട്ട് ഒരെണ്ണം ഫൗൾ കാണിച്ചുകൊണ്ട് എന്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട്. തട്ടിയിടല്ലേ ഓക്കെ ഗൈസ് ഇതെന്താ? ഫൈനലി AK ഒരെണ്ണം ഇട്ടിട്ടുണ്ട്. കൊമ്പൻ 2ാമത്തെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഇവിടെ എഡ്വിൻ 4 എണ്ണം. എന്റെ വാസ്കോ 4 എണ്ണം. ഓക്കെ വാസ്കോ നിലത്ത് പോയി. അതിടാൻ പറ്റൂല. കൊമ്പ 3 എണ്ണോ? എന്റെ മോനെ വിഷയം. എടാ അത് വാസ്കോ ആണ് ഗൈസ് ഇപ്പൊ ലീഡിങ്. നോക്കണി 4 എണ്ണം കിടക്കുന്നുണ്ട്. 7 എണ്ണം ഗൈസ്. ഓക്കെ 7 എണ്ണമാണ് എഡ്വിൻ ഇട്ടിരിക്കുന്നത്. 7 എണ്ണം ഗൈസ്. ഓക്കെ എഡ്വിൻ 7 എണ്ണം. 8ാമത്തെ ഇട്ടിട്ടുണ്ട്. വാസ്കോ 5ൽ സ്റ്റെക്കാണ് ഗൈസ്. ഓക്കെ വാസ്കോ 5ൽ സ്റ്റെക്കാണ്. ഇവിടെ ചിലർ കള്ളക്കളി കളിക്കുന്നുണ്ട്. അത് നമ്മൾ പൊക്കും. ഇയാളുടെ കൈ കൊണ്ട് ഗൈസ് ഇവിടെ കീട്ടിലായിട്ടുള്ള കളി നടന്നിട്ടുണ്ട്. മതി ഏക്കെ മതി. ഇനി കള്ളക്കളി കളിക്കുന്നവരെ പൊക്കുന്നതായിരിക്കും. അത് പോയി ഗൈസ്. ഓക്കെ സമയം ഏറെക്കുറെ തീരാനുണ്ട് ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ് അപ്പൊ ലാസ്റ്റ് ചാൻസ് ആണ്. ഓക്കെ ടൈം ഈസ് അപ്പ് ഗൈസ്. ഓക്കെ ഇവിടെ വെച്ചോ എല്ലാവർക്കും സമയം തോന്നും. കൈ കൊണ്ടിട്ടില്ലേ? ഇല്ല
ഗൈസ് അപ്പൊ നമുക്ക് എന്തായാലും റിസൾട്ട് നോക്കാം ആരൊക്കെ എത്ര കിട്ടിക്കണമെന്നുള്ളത്. ഓക്കെ, ഈ പർപ്പിൾ ആയിരുന്നാ 3, 6, 6 8 ഇട്ടിട്ടുണ്ട്. ഇതില് 2 കൈ കൊണ്ട് ഇട്ടുകൊണ്ട് 2 ക്യാൻസൽ ആക്കിയിട്ടുണ്ട്. അപ്പൊ 6 പച്ച. ഓക്കെ, കൊമ്പന്റെ ആണ്. ഇതിൽ എത്ര നിന്റെ കയ്യിലായിരിക്കും 8 അപ്പൊ ഗൈസ് ഓക്കെ, കൊമ്പൻ 6 ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഓറഞ്ച് എഡ്വിന്റെ ആണ്. ഇതിൽ എത്ര ഉണ്ട്? 3, 6, 6, 3, 9 ഗൈസ്. ഓക്കെ, 9 ഇട്ടിട്ടുണ്ട്. 9. ഓക്കെ, ഇനി മഞ്ഞായിരുന്നാ ഇത് ഇതിന് കള്ളക്കളിയുണ്ട്. 11. നിങ്ങൾ അടിണ്ടാക്കിയിട്ട് കാര്യമില്ല. വീഡിയോ കാണുന്ന ആൾക്കാരുണ്ട്, പ്രേക്ഷകരുണ്ട്, അവർക്ക് അറിയാം ആരൊക്കെ കള്ളക്കളി കളിച്ചുകൊണ്ട് ശരിയാണെന്നുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ, സോ അപ്പൊ ഗൈസ് അപ്പൊ ഇതിൽ കൂടുതൽ ഇട്ടിരിക്കുന്നത് മറ്റേ ഗൈസ് ഒക്കെ വാസ്കോ ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു ബാറ്റിൽ വിൻ ചെയ്തിട്ടുള്ളത് 100 പോയിന്റ് നേടിയിട്ടുണ്ട് ഗൈസ് ഒക്കെ. 100 പോയിന്റ് നേടി. ഇടയ്ക്കിന്റെ നമ്മുടെ എഡ്വിൻ BCB ആണ് ഗൈസ് ഒക്കെ 70 പോയിന്റ് നേടിയിട്ടുണ്ട്. തേർഡ് നോക്കുകയാണെങ്കിൽ രണ്ടുപേർക്ക് സെയിം ആണ്. അതുകൊണ്ട് ഗൈസ് ഒക്കെ 40 പോയിന്റ് ആണ് രണ്ടുപേരും കൊടുക്കുന്നത് ഗൈസ് ഒക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മുടെ അടുത്തൊരു ചാലഞ്ചിലോട്ട് പോകാം ഗൈസ്. അപ്പൊ ഇനി കളികൾ മുറുകിക്കൊണ്ടിരിക്കുകയാണ്. സോ ഗൈസ് അപ്പോൾ ഒരാൾക്ക് നമ്മൾ 5 പെൻസിൽ വെച്ചാണ് കൊടുക്കുന്നത്. ഓക്കെ, 5 പെൻസിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കയ്യിലേക്ക് പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിക്കണം. ഓക്കെ, ഇതൊന്നാണ്. ആൻഡ് അതുപോലെ തന്നെ ഇനി രണ്ടാമത് ഇത് നമ്മൾ വീണ്ടും രണ്ടാമത് ഒരെണ്ണം എടുക്കാം. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാം. അങ്ങനെ ഓരോന്ന് വെച്ചിട്ട് 5 വെച്ച് പിടിക്കാം. ഓക്കെ, എന്നിട്ട് താഴെ പോയാൽ ആദ്യം മുതൽ ഒരെണ്ണം വെച്ച് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നീ 4 കംപ്ലീറ്റ് ആക്കി, എന്നിട്ട് ഒരെണ്ണം താഴെ പോയി കഴിഞ്ഞാൽ ആദ്യം 1 മുതൽ ചെയ്യണം. ഓക്കെ, സോ ഗൈസ് അപ്പൊ അങ്ങനെ ഫസ്റ്റ് ആരാണ് 5 പിടിക്കുന്നത് അവർക്ക് 100 പോയിന്റ് കിട്ടുന്നതായിരിക്കും. ആൻഡ് സെക്കൻഡ് വരുന്ന ആൾക്ക് നമ്മൾ 70 പോയിന്റും പിന്നെ 40 പിന്നെ 10 പോയിന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് ഗൈസ്. ഓക്കെ, ഇപ്പൊ കളിക്കില്ല, ഇതാണ് അങ്ങനെ എല്ലാം കളിക്ക് കോൽക്കളി. ഓക്കെ, 3, 2, 1. ഒന്ന് പിടിച്ചിട്ടുണ്ട്. എല്ലാരും ഓരോന്ന് വെച്ച് പിടിച്ചിട്ടുണ്ട്. എന്താ കൊമ്പനെ കാട്ടുന്നത്? കൊമ്പൻ 2 പിടിച്ച്. ഓക്കെ, 3 പിടിച്ചിട്ടുണ്ട്. ഓക്കെ, എഡ്വിൻ 4ാമത് പിടിച്ചിരിക്കുന്നു. ഓക്കെ, ഫൈൻ. കൊമ്പന് പോയി ആദ്യം 1 മുതൽ ടൈം പൊക്കോണ്ടിരിക്കുന്നു. പിടിച്ചല്ലോ കള്ളക്കളിയായിരുന്നു. അപ്പൊ നമ്മുടെ ആദ്യം കംപ്ലീറ്റ് ആക്കിയത് നമ്മുടെ എഡ്വിൻ BCB ആണ് ഗൈസ്. 5 ഫസ്റ്റ് ആണ് പിടിച്ചിട്ട് കംപ്ലീറ്റ് ആക്കിയോ. അങ്ങനെ 100 പോയിന്റ് ഗൈസ്. 100 പോയിന്റ് അടിച്ചിരിക്കുകയാണ്. ഓക്കെ, സൂപ്പർ. ആൻഡ് ഗൈസ് ഒക്കെ നമ്മുടെ രണ്ടാമത് എന്താണ് പക്ഷേ അത് പറഞ്ഞ കാര്യം ഗൈസ്. വാസ്കോ ആണ് അപ്പൊ സെക്കൻഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. തേർഡ് നോക്കുകയാണെങ്കിൽ ഗൈസ് ഒക്കെ കൊമ്പനാണ്. ലാസ്റ്റ് നോക്കുവാണെങ്കിൽ ഗൈസ് അവസാന പാളിയും കൊണ്ട് എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി. എങ്ങനെയൊക്കെയോ കംപ്ലീറ്റ് ആക്കി. പോട്ടെ, അപ്പൊ 10 പോയിന്റ് നിനക്ക് സ്വന്തം. ഓക്കെ, യോ ഗൈസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് ബാറ്റിൽ അവസാനത്തെ ചാലഞ്ച് ആണ് ഗൈസ് ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. സോ വാസ്കോ, ക്ഷീണിച്ച് നിൽക്കുന്ന നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സാധനം വെച്ചിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങോട്ട് നിങ്ങൾ പോകേണ്ടി വരും, കാരണം ഇത് അങ്ങനത്തെ മത്സരം. ഇതെന്താന്ന് വെച്ചാൽ ഗൈസ് ഇത് വെള്ളമടി മത്സരം എന്ന് പറയാം. വെള്ളം കൂടി എന്ന് വേണമെങ്കിൽ പറയാം ഗൈസ്. ഓക്കെ, ഈ 3 ക്ലാസ് മാത്രമല്ല കേട്ടോ, ഇനി കുറെ ക്ലാസ്സുകൾ ഞാൻ ഇവിടെ വരും. സ്റ്റാർട്ട് ചെയ്യാലോ? റെഡി അല്ലേ? 3, 2, 1. ആദ്യ ക്ലാസ്സാണ് പിടിക്കേണ്ടത്. കമോൺ ഗൈസ്. ഓക്കെ, വാസ്കോ ഇവിടെ 2 ക്ലാസ് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. 2 മണി ഗൈസ്. ഓക്കെ, രണ്ടാമത്തെ ക്ലാസ് ഇവിടെ എഡ്വിൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. വാസ്കോ 2 ക്ലാസ് കുടിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ പറയുന്നു ഉടായ്പ കാണിക്കുമ്പോഴേ പൊളിഞ്ഞു പോയാ. അയ്യോ,
എഡ്വിനെ അതുകൂടി കംപ്ലീറ്റ് ആക്കിയ ഫസ്റ്റ് നടക്ക്. വാസ്കോ ഡൗൺ ആണ്. വാസ്കോക്ക് നടക്കില്ല. അതുകൂടി മൂന്ന് ഗ്ലാസ് മാത്രമേ ഇനി നമ്മുടെ എഡ്വിനുള്ളൂ. ഗൈസ്, അപ്പോ വാശിയേറിയ വെള്ളമടി മത്സരത്തിൽ എല്ലാരും ഒന്ന് പക്ക ഡൗൺ ആയി പോയി. നിങ്ങൾ കുടിച്ചിട്ടില്ലല്ലോ, 3 ഗ്ലാസ് കുടിച്ചിട്ടില്ല. ഡയലോഗ് അടിക്കണം. ഇവിടെ 2 ഗ്ലാസ് 3 ഗ്ലാസ് ഒക്കെ ബാക്കിയിരിക്കുന്നത്. ഗൈസ്, അപ്പോ ഇതിന്റെ റിസൾട്ട് നോക്കുവാണെങ്കിൽ ഗൈസ് ഇവിടെ എഡ്വിൻ BCB 2 ഗ്ലാസ് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ഗൈസ്, അപ്പോ ഫസ്റ്റ് അടിച്ചിരിക്കുകയാണ്. ഗൈസ്, ഒന്നും പറയാല്ല. വാസ്കോ ഗൈസ് ഒക്കെ 3 ഗ്ലാസ് മാത്രമേ ബാക്കി വെച്ചിട്ടുള്ളൂ. ഗൈസ്, 2ാമത്തെ പൊസിഷൻ. ഓക്കെ, തേർഡ് നോക്കുകയാണെങ്കിൽ നമ്മുടെ AK നോക്കുകയാണെങ്കിൽ കൊമ്പന്റെ കാര്യം നോക്കുകയാണെങ്കിൽ കൊമ്പൻ 4 ഗ്ലാസ് മാത്രമേ കുടിച്ചിട്ടുള്ളൂ. 4th പൊസിഷൻ ആണ്. ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ടോട്ടൽ റിസൾട്ട് നമുക്ക് പറയാം. 500ന്റെ കെട്ടുകൾ കിട്ടാൻ വേണ്ടി പോകുന്നത് ആർക്കായിരിക്കും? Guys, one and only Edwin BCB. പ്രൈസ് പൂൾ ഓക്കെ കൊടുക്കാൻ വേണ്ടി പോവാണ്. ഓക്കെ മോനെ, സൂക്ഷിച്ചും കണക്കെ ചെലവാക്കണം മോനെ. ഗൈസ്, അപ്പൊ നമ്മുടെ 2ാമത്തെ പൊസിഷൻ എന്ന് പറയുന്നത് ഗൈസ് മറ്റാരുമല്ല, ആരാ? നമ്മുടെ പ്രൈസ് പൂൾ കൊടുക്കാം. കുഴിമന്തി അടിച്ച് പൊളിച്ച് പവർ ആയിക്കോണം. ഓക്കെ, ടോട്ടൽ പോയിന്റില് 3rd പൊസിഷൻ നോക്കുകയാണെങ്കിൽ ഗൈസ് ഓക്കെ നമ്മുടെ കൊമ്പനാണ്. കൊമ്പനുള്ള പ്രൈസ് ഇല്ല ഗൈസ്. ഓക്കെ, ഫസ്റ്റ് സെക്കൻഡ് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ എന്ന് ഞാൻ പറയില്ല. 3rd പ്രൈസ് ഉണ്ട്. കൊമ്പനുള്ള പ്രൈസ് കൊടുക്കാം. കൊമ്പ ഫുള്ള് 100 നോട്ടാണ്. സൂക്ഷിച്ച് ചെലവാക്കി. ഓക്കെ ഗൈസ്, ഓക്കെ ഗൈസ്, അപ്പൊ എന്തായാലും ഗൈസ് ഓക്കെ നമ്മുടെ ഇന്നത്തെ ഒരു ചാലഞ്ച് ബാറ്റിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഗൈസ്. ഓക്കെ, സോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. അപ്പൊ ഇതുപോലെ കിടിലൻ ചാലഞ്ച് വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. സോ അതുവരെ ടാറ്റാ.